മാറി തരുമോ? ടാബ്ലറ്റ് ആണോ? എന്തിന്റെ പെയിന്റ് അവിടുന്ന് വന്നേ കൺഫ്യൂഷൻ. കണ്ടില്ലേ വ്യൂ നോക്ക്. ഈ ഒരു വ്യൂവിനാണ് നമ്മൾ അവിടുന്ന് ഇവിടം വരെ ഇത്രയും മെനക്കിട്ട് വന്നത്. അയ്യോ, എന്നിട്ട് ഒന്നൊന്നര വ്യൂ തന്നെ. രാവിലെ സമയം ആളുകളുണ്ട് കേട്ടോ അവിടെ. 5:40. അങ്ങനെ നമ്മൾ അന്നപൂർണ ബേസ് ക്യാമ്പ് എത്തി. സൺറൈസ് കണ്ടില്ലേ? ഹിമാലയ കണ്ടില്ലേ വ്യൂ? ഇതാണ് നമ്മുടെ ഹിമാലയത്തിൻ്റെ വ്യൂ. ഇത്രയും ആറ്റിറ്റ്യൂഡിന് ഒന്ന് താഴെ പോയാൽ പോയിട്ടോ. താഴെ കണ്ടില്ലേ? നമ്മൾ ഇഴഞ്ഞിഴഞ്ഞു പോവും. ആ സാധനം അന്നപൂർണ ഫസ്റ്റ്, ഇത് അന്നപൂർണ സൗത്ത്. അത് എലവേഷൻ ഒരു 7,000 above ഉണ്ട്. ഇത് ഒരു 8,000 above. ഉണ്ടല്ലേ? ആരുമില്ല. ഞാനേന് അങ്ങനെ നമ്മളെ അന്നപൂർണ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അധികം ഓപ്ഷനില്ല അക്കോമഡേഷന്. 1-2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഒരേ സിസ്റ്റം തന്നെ. അതായത് എല്ലാത്തിനും നമ്മൾ പേ ചെയ്യണം. ഈവൻ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വരെ 100 രൂപയാവും, അതായത് നേപ്പാളി റുപ്പി. പിന്നെ നമ്മുടെ വൈഫൈക്ക് 300, പിന്നെ ഹോട്ട് ഷവർ ആണെങ്കിൽ 350. അങ്ങനെ എല്ലാത്തിനും ചാർജാണ്. ഒന്നാമത് ഇവിടെ കറണ്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഫുള്ള് സോളാറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇത്രയും ചാർജ് വരുന്നത്. പിന്നെ ഫുഡിനാണെങ്കിലും നല്ല പൈസ തന്നെ, എല്ലാത്തിനും പൈസയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സാധനങ്ങളൊക്കെ അത്രയും ദൂരത്തുനിന്ന് എഫേർട്ട് ഉണ്ട്. താഴേന്ന് ഇവിടെ എത്തിക്കണ്ടേ. നമ്മുടെ എൻ്റെ സോക്സൊക്കെ നനഞ്ഞിട്ടേ ഇപ്പോൾ നമ്മുടെ ഷെർപ്പ നഗ്മുൾ ഷെർപ്പ വന്ന പിന്നെ കാലിലെ മുറിയായിട്ട് ഈ സോക്സ് ഈ ഷൂ സ്ക്രാച്ച് ആയിട്ട് കാലിന് മുറിയായി. അങ്ങനെ അവൻ തന്നത്. എന്തായാലും എങ്ങനെയായാലും ഫൈനലി ഇവിടെ എത്തി. പക്ഷെ അതിനുള്ള മുതലുണ്ട് ഇപ്പോൾ, ഞാൻ കാണിച്ചു തരാം. അത് ആ സൈഡിലുള്ളത് കേൾക്കോ, ആ സൈഡിലല്ലേ അതാണ് മാച്ചു പിച്ചാരെ. അത് നമ്മുടെ ആ സൈഡിൽ ഇപ്പം മഞ്ഞായി. ആ സൈഡിൽ നമ്മുടെ എന്താ പറഞ്ഞ എന്താ പറയുക വെളിച്ചം വരുമ്പോഴാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ മഞ്ഞങ്ങ് മൂടിക്കും. ഇതിപ്പോൾ നേരത്തെ കാണുന്നില്ലല്ലോ. മാച്ചിപ്പിച്ചാര റൈറ്റ്? മാച്ചിപ്പിച്ചാര വ്യൂ ഉണ്ട്. കുറച്ച് വെളിച്ചമുണ്ട്. ഇന്നലെ ഞങ്ങൾ നടന്നവിടെ കയറിയത് വെളിച്ചമില്ല, ഇന്നുമില്ല. ഇവിടെ നല്ല വ്യൂ കേട്ടോ. അതല്ലേ ഇവിടെ വരുന്നൊരു ഫോട്ടോ ഇവിടെ ഉറങ്ങിക്കായിട്ട് വെക്കും. നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഈ ക്ലൈമറ്റാണ് എൻ്റെ. അത് അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങി അന്നപൂർണ ബേസ് ക്യാമ്പെന്ന്. എന്നാലും ഇടയ്ക്ക് മഞ്ഞ് വരുന്നുണ്ട്, ഇല്ലല്ലേ? ആ ഭാഗത്തുണ്ടല്ലേ വ്യൂ?
പിന്നെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലതാണ്. ഇന്നലെ നമ്മളിങ്ങോട്ട് കയറിയപ്പോൾ ഫുള്ള് സ്നോ. ഈ ഒരു ക്ലൈമറ്റിന് നല്ല രസമാണ്. ഈ ഒരു വെയിലാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു വെയിൽ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു കുറേ ദിവസമായി. നമ്മൾ ട്രക്കിങ് കയറിയിട്ട് ഇതുവരെ ഇങ്ങനൊരു വെയിൽ കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ ബ്യൂട്ടി കാണുന്നത്. ഇന്നലെയൊക്കെ മഞ്ഞിലേ ഇങ്ങോട്ടേക്കൊന്ന് കാണുന്നുണ്ട്. ഇതാണ് വ്യൂ. ചെടികൾ കിട്ടിപ്പോയി. ഞാനിങ്ങനെ നിലത്ത് നോക്കി കല്ലൊക്കെ നോക്കി ഇങ്ങനെ നോക്കി പെട്ടെന്ന് അവിടെ നോക്കുമ്പോണ്ട് ഈ നോക്കി അതിൻ്റെ ഹൈറ്റ് നോക്കി. ഇപ്പം മഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഹൈറ്റ് കാണുന്നത്. വെയിൽ കെട്ടുമ്പോഴേ വെള്ളം നീരാവി പോകണമെങ്കിൽ വേറൊരു വ്യൂ ആണ്. മാറി തരുമോ? നടക്കിറങ്ങി വന്ന് രാവിലെ. ചോമറക്ക് പോവും മോനെ. മോനെ ചോമറക്ക് 30 കിലോമീറ്റർ ഉണ്ടാ. എന്തിൻ്റെ അങ്ങനെ നമ്മുടെ ഷെർപ്പാസ് അടിച്ചു വിട്ട് താഴേക്ക് ഡൗൺ ഹില്ല് നമുക്ക് കുറച്ച് സീനാണ്. അവിടേക്ക് ഇറങ്ങാൻ പറ്റും. ഒരു സാധാരണ 15 കിലോമീറ്റർ എന്ന് പറഞ്ഞേ. ബാമ്പു എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞേ. അങ്ങനെ ഇപ്പോൾ 2 ചെക്കന്മാർ പോയില്ല നേരത്തെ. ഓരോരുത്തർ പറഞ്ഞ് ഒരു ചമ്പ്രൂങ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഇന്ന് നിൽക്കുന്നത്. അതായത് 15ഉം പിന്നെ ഒരു 10ൻ്റെ മുകളിൽ, അതായത് ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്ത് അവരൊന്ന് പോകും. കടക്കുക പോകുന്നത്. ഈ റോഡിന് 30 കിലോമീറ്റർ വന്നാൽ
അത് ഭയങ്കര സീനാണ് കയറ്റി ഉറപ്പേ. എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പോകും. അതന്നെ അല്ലേ ഷവർന്നൊക്കെ വലിയ വാല്യൂ അവിടെ. ചൂടുവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാല്യൂ. ഇങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ കിട്ടിയെന്ന് വരില്ല. എല്ലാത്തിനും അതിൻ്റെ വില അറിയണമെങ്കിൽ ഇവിടെ വരണം. പണി പാളി തോന്നുന്നു. കണ്ടില്ലേ, 2 റൂട്ടുണ്ട്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. നമ്മൾ അവിടുന്ന് വന്നേ കൺഫ്യൂഷൻ. ലെഫ്റ്റ് പോയോക്കാം. കാലിന് പണിയുണ്ട്. ആദ്യമൊക്കെ കുറച്ച് പണ്ണായിരുന്നു, പിന്നെ അങ്ങോട്ട് പണി പാളി. കാല് വളയ്ക്കാൻ പറ്റില്ല. എന്തായാലും നോക്കി നോക്കാം എവിടെ വരെ പോകുന്നു. പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലും പറ്റിയാൽ ഒരു മനുഷ്യനില്ല. എങ്ങനെ എടുത്ത് കൊണ്ടുപോകാ? ഇവിടെ എന്തെങ്കിലും ഒരു നിലത്ത് വീണ് എന്തെങ്കിലും ഇഞ്ചുറി ആയാൽ ഒന്നും നടക്കില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കാം. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ പണി പാളി. വെച്ചാൽ ഞാൻ പുതിയതായിട്ടൊരു ടെക്നോളജി കണ്ടുപിടിച്ചു. ക്രാബ് വാക്ക് ഉണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് വാക്ക് ചെയ്താൽ മതി സ്റ്റെപ്പിൽ. ഞാൻ വിചാരിച്ച് വഴി തെറ്റിയില്ലേ. എന്താ ഭയത്തിന് കറക്റ്റ് വഴിയാ. ഒന്ന് വഴി തെറ്റിപ്പോയാലേ എന്തെങ്കിലുമൊക്കെ എത്തിപ്പോവും. നേരം ഇരുട്ടി തുടങ്ങി. ഒരു 6 മണിയാവുന്നുണ്ടോ. അപ്പോൾ ഇതുവരെ ചെയ്ത പോലുള്ള ട്രക്കിംഗ് അല്ല, ഇന്ന് കുറച്ച് റിസ്കി ട്രക്കിങ്ങാണ്. 30 കിലോമീറ്റർ. അതായത് നമ്മളൊരു സ്റ്റോപ്പ് ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്. നമ്മളെ അപ്പോൾ അവരങ്ങ് എത്തി. ഓരോ വൈഫൈ സ്റ്റോപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കും, എവിടെയല്ലേ. ഞാൻ പറയാം ഇന്ന സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഇന്ന് നമ്മളവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ചമ്പ്രം എന്നുള്ള സ്ഥലത്ത്. എനിക്ക് തോന്നുന്നതേ നമുക്ക് ഈ മല കഴിഞ്ഞിട്ട് അവിടെ എത്തണം. അവിടെയാണ് നമ്മുടെ സ്പോട്ട്, ചമ്പ്രം. ഈ മല കണ്ടില്ലേ? അയ്യോ, ചമ്പ്രം എത്തുമോ? സൈസുണ്ട്, കാണാത്ത പോലെ നിന്നാൽ മതി. എന്തേലും പാളിയ 3 കൂടി പണി പാളിക്കും. 4 കുറച്ചും കൂടി കഴിഞ്ഞാൽ ടോർച്ച് വണ്ടി വരും. പണി പാളിയ പോലെ തോന്നുന്നുണ്ട്. ചുമറുമിനിയുണ്ട്, കിട്ടിയ പോലെ ഉണ്ട്. കാട് നോക്ക്, ഒന്നും തിരിയുന്നില്ല. അങ്ങോട്ടേ ഫ്രണ്ടിലേക്കുള്ള റോഡേ ടാസ്ക്. അങ്ങനെ ആയാൽ മതി.